अस्सलामुअलैकुम अय्युहा तल्लाबुल अहिब्बा कैफ हालुकुम സൈൻ അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ കുറിച്ചാണ് പഠിച്ചത്? അതെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണല്ലേ. എല്ലാവരും പേജ് നമ്പർ 34 എടുക്കൂ. അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരു ബയാനാത്തു ഷഹ്സിയ നമുക്ക് പഠിക്കാം. ബയാനാത്തു ഷഹ്സിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ബയാനാത്തു ഷഹ്സിയ എന്നാൽ ബയോഡാറ്റ, ഒരു വ്യക്തി വിവരണം. നമുക്കപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ബയോഡാറ്റ പഠിക്കാം. അതിൽ ആദ്യമുള്ളത് അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ ശരിയായ പേര്. അതെന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? അതെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അതിന് നേരായിട്ട് കൊടുത്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ കറുകപാടത്ത്, അബ്ദുറഹ്മാൻ കറുകപ്പാടത്ത്. ഇസ്മുൽ വാലിദത്ത്, അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരെന്താണ്? അതെ, കുഞ്ഞായിഷുമ്മ. പിന്നെ അടുത്തതായിട്ട് എന്താണ് അതിലുള്ളത്? അതെ, താരീഖുൽ മീലാദ്, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അദ്ദേഹത്തിന്റെ ജനന തീയതി. അദ്ദേഹത്തിന്റെ ജനന തീയതി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, 23/4/1898. പിന്നെയുള്ളത് മക്കാനുൽ മീലാദ്. മക്കാനുൽ മീലാദ് അദ്ദേഹം ജനിച്ച സ്ഥലം. അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ്? അതെ, കൊടുങ്ങല്ലൂർ. അദ്ദേഹം ജനിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ. അടുത്ത തരത്തിൽ എന്താണ്? അതെ, അൽ മുഅഹിലാത്തു ദിറാസിയ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത. ബക്കാലൂരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, BA. പിന്നീട് അതിലുള്ളത് അൽ മിഹ്നത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൊഴിൽ. അദ്ദേഹത്തിന്റെ തൊഴിൽ എന്തായിരുന്നു? അതെ, മുഹരിറു ജരീദത്തി അൽ അമീൻ പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. പിന്നെ അടുത്തത് എന്താണ്? അതെ, അദ്ദിയാന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മതം ഏതായിരുന്നു? അതെ, ഇസ്ലാം ആയിരുന്നു അദ്ദേഹത്തിന്റെ മതം. അടുത്തത് എന്താണ്? അതെ, താരീഖുൽ വഫാത്ത്, അദ്ദേഹം മരണപ്പെട്ട തീയതി 23/11/1945. അതാണ് അദ്ദേഹം മരണപ്പെട്ട തീയതി. അപ്പൊ നമ്മള് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ബയാനാത്തു ഷഹ്സിയ പഠിച്ചു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ബയാനാത്തു ഷഹ്സിയ തയ്യാറാക്കണം. ഇനി എല്ലാവരും 35-ാമത്തെ പേജ് എടുക്കൂ. അതിൽ നമ്മുടെ ബയാനാത്തു ഷഹ്സിയ തയ്യാറാക്കാനുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അതിൽ എന്താ എഴുതേണ്ടത്? അതെ, ഇസ്മുൽ കാമിൽ, നിങ്ങളുടെ ശരിയായ പേര്. പിന്നെ അടുത്തത് ഇസ്മുൽ മദ്രസത്ത്, നിങ്ങളുടെ സ്കൂളിന്റെ പേരാണ് എഴുതേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അസ്സഫ്, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്. പിന്നീട് അതിലുള്ളത് എന്താണ്? അതെ, ഇസ്മുൽ വാലിദ്, നിങ്ങളുടെ പിതാവിന്റെ പേര്. പിന്നെ ഇസ്മുൽ വാലിദത്ത്, നിങ്ങളുടെ മാതാവിന്റെ പേര് എഴുതുക. അത് കഴിഞ്ഞ് താരീഖുൽ മീലാദ്, നിങ്ങളുടെ ജനന തീയതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതേണ്ടതെന്നാൽ മക്കാനുൽ മീലാദ്, നിങ്ങളുടെ ജനന സ്ഥലം. പിന്നെ അൽ ഹിവായ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബി, നിങ്ങളുടെ ഇഷ്ടവിനോദം. ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബയാനത്തു ഷഹ്സിയ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി അതെല്ലാവരും തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. മഅസ്സലാമ, ശുക്രൻ ലക്കും.